ഹലോ, എല്ലാവർക്കും നമസ്കാരം. രേഖാചിത്രം, ആസിഫ് അലി നായകനായ രേഖാചിത്രം മൂവി കണ്ടു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പണ്ട് നടന്ന ഒരു സിനിമയുടെ സൈറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോവാണ്, പ്രേക്ഷകനെ കൊണ്ടുപോവാണ്. ആ സിനിമ എന്ന് പറയുന്നത് ഭരതൻ സംവിധാനം ചെയ്ത കാതോട് കാതോരം എന്ന മമ്മൂട്ടി അഭിനയിച്ച ഒരു സിനിമയാണ്. പാരലൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഈ പടത്തിൽ ഇവർ സ്ക്രീൻ പ്ലേയിൽ ചെയ്തിരിക്കുന്നത്. അതായത് ഈ പാരലൽ ഹിസ്റ്ററി എന്നൊരു ട്രീറ്റ്മെൻറ്റ് ഇന്ത്യൻ സിനിമയിൽ തന്നെ വളരെ കുറഞ്ഞ സിനിമകളിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ ഒരു ട്രീറ്റ്മെൻറ്റ് വളരെ ഭംഗിയായിട്ട് തന്നെ തിരക്കഥയിൽ സെറ്റ് ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റി. അതാണ് ഈ പടത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ പടം ഒരു സിമ്പിളായിട്ടുള്ളൊരു ത്രില്ലർ ഡ്രാമയാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ കുറച്ച് കണ്ടിട്ടുള്ള സിനിമകളിൽ വെച്ച് നോക്കുമ്പോൾ ഈ ത്രില്ലർ സിനിമകൾ ഭയങ്കര ഫാസ്റ്റായിട്ടുള്ള കട്ട്സും ഫാസ്റ്റായിട്ടുള്ള മൂവ്മെൻറ്റ്സും അല്ലെങ്കിൽ ഭയങ്കര ബീജിയും അങ്ങനെയൊക്കെ തന്നിട്ട് പോകുന്ന ചില ത്രില്ലർ സിനിമകളെ വെച്ചിട്ട് നമുക്കിത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊരു സിമ്പിളായിട്ട് പതുക്കെ ബിൽഡ് ചെയ്ത് സ്ലോ ആയിട്ട് കഥ പറഞ്ഞു പോകുന്ന, എന്നാൽ നമ്മളെ പ്രേക്ഷകനെ ഒരിക്കലും ബോറടിപ്പിക്കാത്ത രീതിയിൽ എൻഗേജ് ചെയ്യിപ്പിച്ച് കൊണ്ടുപോകുന്നൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിൻ്റെ സംവിധായകൻ ജോഫിൻ ടി ചാക്കോ, പ്രീസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ, മമ്മൂട്ടിയുടെ പ്രീസ്റ്റ് സിനിമ സംവിധാനം ചെയ്ത ഡയറക്ടറാണ്. അടിപൊളിയായിട്ടാണ് പുള്ളി ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. അതുപോലെ സംവിധാനം മാത്രമല്ല, ഇതിൻ്റെ തിരക്കഥയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അത് നന്നായി തന്നെ തിരക്കഥാകൃത്തിന് ചെയ്യാൻ പറ്റി. ഡയറക്ടർ ജോഫിൻ ടി ചാക്കോ അത് ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്തു. അതായത് നമ്മൾ ഒരിക്കലും വിശ്വസിക്കാത്ത അല്ലെങ്കിൽ ചിന്തിക്കാത്ത ഒരു കാര്യം നമ്മളെ കൊണ്ട് വിശ്വസിപ്പിക്കുകയാണ്. അതാണ് ഇതിൻ്റെ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിൻ്റെ ക്യാമറ ആയാലും BGM, വിഷ്വൽസ്, പിന്നെ മ്യൂസിക് എല്ലാം വളരെ നൈസായിരുന്നു. പിന്നെ എടുത്തു പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ, സ്ക്രീൻ പ്ലേ വാസ് വെരി നൈസ്. അത് ആ പഴയ കാലഘട്ടം ക്രിയേറ്റ് ചെയ്ത ഒരു സെറ്റപ്പ് അത് വളരെ നൈസായിരുന്നു. പിന്നെ സിനിമയുടെ ആർട്ട് വർക്ക്, അതുപോലെ കോസ്റ്റ്യൂം ഡിസൈനിങ് വാസ് വെരി നൈസ്. വളരെ നല്ലതായിരുന്നു. കാരണം പഴയ കാലഘട്ടം അവതരിപ്പിച്ചിട്ടുള്ള ആ സമയത്തുള്ള ഒരു ആർട്ട് വർക്ക് ആയാലും ആ ഒരു കോസ്റ്റ്യൂംസ് ആയാലും എല്ലാം വളരെ നല്ലതായിരുന്നു. പിന്നെ ഇതിൽ ആക്ടേഴ്സിൽ മെയിൻ പറയാനുള്ളത് ആരാ? ആസിഫ് അലി ഇപ്പോൾ റീസെൻ്റായിട്ട് ചെയ്തിരിക്കുന്ന എല്ലാ സിനിമകളും നമുക്കറിയാം. തലവനായിക്കോട്ടെ, മറ്റേ കിഷ്കിണ്ടാകണ്ടായിക്കോട്ടെ, പുള്ളിയുടെ സെലക്ഷൻ വളരെ നൈസാണ്. ഇപ്പോൾ വളരെ സെലക്റ്റീവായിട്ടാണ് പുള്ളി കഥകളൊക്കെ തിരഞ്ഞെടുക്കുന്നത്. അത് ഇതിലും കാണാവുന്നതാണ്. പിന്നെ ഈ പടം ഞാൻ പറഞ്ഞല്ലോ വളരെ സിമ്പിളായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഇതിൽ ഭയങ്കരമായിട്ട് ഫാസ്റ്റായിട്ടുള്ള കട്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. സിമ്പിൾ ഇമോഷൻസാണ്, സിമ്പിളായിട്ടുള്ള ഡയലോഗ്സും കാര്യങ്ങളും. അതുപോലെ ഒരു ഫൈറ്റേ ഉള്ളൂ. അത് വളരെ സിമ്പിളായിട്ടാണ്. ഭയങ്കര സൗണ്ടൊക്കെ കൊടുത്ത് ഭയങ്കര BGM കിട്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. വളരെ നൈസായിട്ട് ഒരു പരിപാടിയായിട്ട്. പിന്നെ പറയാനുള്ളത് അനശ്വര രാജനെ കുറിച്ചാണ്. അനശ്വര രാജൻ ഇപ്പോൾ അറിയാലോ, നേര്, അതുപോലെ ഓസ്ലർ, അതിലൊക്കെ ഭയങ്കര ഗംഭീര അഭിനയമാണ് കാഴ്ചവെച്ചത്. വളർന്നു വരുന്ന ഒരു എന്താ പറയുക, യുവ നടി തന്നെയാണ്. അപ്പോൾ ആ പുള്ളിക്കാരി എന്ന് വെച്ചാൽ ഒരു വിൻറ്റേജ് ലുക്കൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ഒരു സിനിമ മോഹിയായിട്ട് നടന്നിക്കുന്ന ആ ഒരു ക്യാരക്ടറാണ് അതിൽ കാണിക്കുന്നതൊക്കെ. വളരെ നൈസായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ സെറിൻ അറിയാലോ, ആട്ടം എന്ന സിനിമയിലുള്ള നായികയായിട്ട് അഭിനയിച്ച പുള്ളിക്കാരി വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മേഘ തോമസ്, പിന്നെ മനോജ് കെ ജയൻ, സിദ്ദിഖ്. മനോജ് കെ ജയൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഡയലോഗ്സൊക്കെ കുറവാണ്, പക്ഷെ പുള്ളി ഇങ്ങനെ നോട്ടത്തിലൂടെയൊക്കെയാണ് ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു ഇതൊക്കെ വളരെ നൈസായിരുന്നു. പിന്നെ എല്ലാവരും വളരെ നൈസായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കാതോട് കാതോരം മമ്മൂക്കയുടെ സിനിമയാണല്ലോ. അപ്പോൾ ആ മമ്മൂക്കയുടെ പ്രസൻസ് ഈ പടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ AI ചെയ്തിട്ടുള്ള രീതി, ആ VFX വർക്കുകൾ എല്ലാം അടിപൊളിയായിട്ടാണ് ചെയ്തത്. അത് വളരെ നൈസായിരുന്നു. അത് ഈ പടത്തിനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നുള്ളതിന് ഒരു സംശയമില്ല. മമ്മൂക്കയുടെ പ്രസൻസ് നമുക്ക് ആ പടത്തിൽ അങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ പടത്തിൻ്റെ ഒരു ഇതിൽ. ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ക്ലൈമാക്സും വില്ലനൊക്കെ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പടം. പക്ഷേ ഇത് ഒരിക്കലും നമുക്കതൊരു ഇതാവാത്തത് എന്താണെന്ന് വെച്ചാൽ, ഈ പടം ആ ക്ലൈമാക്സ് വരെ കൊണ്ടുപോയ രീതിയാണ്. അതാണ് എന്താ പറയുക, അഭിനന്ദനാർഹമായിട്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതി വെച്ച് നോക്കുമ്പോൾ പടം വളരെ നല്ലതാണ്. എന്നിലെ പ്രേക്ഷകനെ നന്നായി സംതൃപ്തിപ്പെടുത്തിയ ഒരു സിനിമയാണ്. പിന്നെ ഒരു സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ ചെറിയൊരു ലാഗൊക്കെ അവിടെ ഇവിടെ തോന്നുമെങ്കിലും ഓവറോൾ വെരി നൈസ് മൂവി. അങ്ങനെ ഓവറോൾ ഈ സിനിമ എന്നിലെ പ്രേക്ഷകനെ ഒരു സംതൃപ്തിപ്പെടുത്തിയ സിനിമയാണ്. വളരെ വലിയ ത്രില്ലർ അല്ലെങ്കിൽ ഭയങ്കര സിനിമാറ്റിക് അങ്ങനെയൊന്നും അല്ലെങ്കിലും വളരെ സ്മൂത്തായിട്ട് വളരെ നല്ല സ്ക്രീൻ പ്ലേയിൽ ആ ഒരു പഴയ കാലഘട്ടമൊക്കെ ബ്ലെൻഡ് ചെയ്ത് കാണിച്ച്
നമ്മളെ ഒരു എന്താ പറയുക ഒരിക്കലും ബോറടിപ്പിക്കാത്ത രീതിയിൽ ഒരു നല്ലൊരു ത്രില്ലർ അല്ലെങ്കിൽ ഒരു അനുഭവം തന്നൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം. പിന്നെ ഞാൻ ഈ പടത്തിന് ഒരു റേറ്റിംഗ് ആയിട്ട് കൊടുക്കുന്നത് ഒരു 8/10 എന്നുള്ള രീതിയിൽ ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.